1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. പത്തനംതിട്ട ജില്ലയുടെ മുഖഛായ മാറ്റിമറിച്ച വികസന പ്രവൃത്തികൾക്ക് വഴിയൊരുക്കി കിഫ്ബി. കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ ജില്ലയിൽ ഉടനീളം ഇതിനോടകം പൂർത്തിയാക്കാൻ കിഫ്ബിക്ക് കഴിഞ്ഞു. പല പ്രൊജക്ടുകളും അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. നഗര മലയോര മേഖലകളിൽ കിഫ്ബിയുടെ സംഭാവന തലയെടുപ്പോടെ നിൽക്കുകയാണ്. ജില്ലയുടെ സർവ്വമേഖലയെയും സ്പർശിച്ചാണ് കിഫ്ബി വഴിയുള്ള വികസനം. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം, കായികം തുടങ്ങി അടിസ്ഥാന മേഖലകളിലെല്ലാം കിഫ്ബിയിലൂടെ ജില്ല മാറ്റത്തിന്റെ ചിറകിലേറി. 1500 കോടി രൂപയുടെ വികസന പ്രവൃത്തികൾ അടൂർ നിയോജകമണ്ഡലത്തിൽ മാത്രം പൂർത്തിയായി. അടൂർ ജനറൽ ആശുപത്രിയും പുതിയ അഗ്നിരക്ഷാ നിലയവും കോടതി സമുച്ചയവും ഉടൻ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കും. അടൂരിൽ തുടങ്ങി റാന്നിയും കോന്നിയും ആറന്മുളയിലും തിരുവല്ലയിലും അടക്കം ജില്ലയുടെ 5 നിയോജക മണ്ഡലങ്ങളിലും മാറ്റത്തിന് തിരികൊളുത്തി കിഫ്ബി. മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി പത്തനംതിട്ട ജില്ലയ്ക്ക് കൂടുതൽ വികസനം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം കിഫ്ബിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ജില്ലയുടെ കായിക സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പത്തനംതിട്ട സ്റ്റേഡിയം 50 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്നു. ഇതും അന്തിമഘട്ടത്തിലെത്തി. 75 കോടി രൂപയുടെ അബാൻ ഫ്ലൈ ഓവറും അതിവേഗം പൂർത്തിയാകുന്നു. ഇതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്കിനും പരിഹാരമാകും. ജനറൽ ആശുപത്രിക്ക് പുറമെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലും 33 കോടിയിലധികം രൂപയുടെ ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡുകളും കിഫ്ബിയിലൂടെ നവീകരിക്കപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയിൽ ഇലന്തൂർ ഗവൺമെന്റ് കോളേജിന് 33.26 കോടി രൂപയുടെ പുതിയ കെട്ടിടം. കടമ്മനട്ടിയിലെ സ്കൂളുകളിൽ അത്യാധുനിക ലാബുകളും ക്ലാസ് മുറികളും ഒരുങ്ങി. പമ്പാ നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന കോഴഞ്ചേരി പാലം കിഫ്ബി വികസനത്തിലെ ശ്രദ്ധേയമായ മുഖം. വികസനത്തിന്റെ അനന്ത സാധ്യതയിലേക്ക് കിഫ്ബി വഴി തുറന്നതോടെ പത്തനംതിട്ട ജില്ലയാകെ മൊത്തത്തിൽ മുഖം മിനുക്കി. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.